എല്ലാവർക്കും ഹാപ്പി ഓണം. തിരുവോണം നാളാണ്. നെയ്ക്കുട്ടീനെ ഒരുക്കേണ്ട തിരക്കിലാണ് കേട്ടോ. രാവിലെ എനിക്ക് കുറച്ച് ഗുസ്തി ആയിരുന്നു, പക്ഷെ എന്നാലും ഒക്കെ ആയി. അവൾ പട്ടുപാവടയൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുകയാണ്. ഇന്ന് നമ്മുടെ തിരുവോണം ഫസ്റ്റ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഷാനേട്ടൻ്റെ മാമൻ്റെ വീട്ടിലത് മമ്മിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോണത് കേട്ടോ. പപ്പയും ഞാനും മമ്മിയും നെവുമാണ് പോണത്. എല്ലാ വർഷവും നമ്മളിതുപോലെ മാമൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ. രാവിലെ ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്കാണ് ഇറങ്ങാറ്. പക്ഷേ ഇപ്രാവശ്യം ഓണമില്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് എത്തി. അവിടെ മാമനും ആൻറ്റിയും പീതിക പിന്നെ ഞങ്ങളുടെ ടുട്ടു എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവിടെ എത്തി അവർ നെവുക്കുട്ടീനെ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം നെവുക്കുട്ടി 2.5 മാസമായപ്പോൾ ഇവിടുന്ന് പോയതാണ്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അവളോടൊപ്പം കളിക്കാനും. അവൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങിയല്ലോ, അപ്പോൾ അതൊക്കെ കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ടുട്ടു ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അവൾ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ വേഗം പാട്ടൊക്കെ പാടുത്തുന്നു ഞങ്ങൾക്ക്. അതിനുശേഷം നെക്സ്റ്റ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ സദ്യ, ഓണസദ്യ. അതാണല്ലോ ഓണത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സദ്യയൊക്കെ കഴിക്കുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. 3 പായസവും ചോറും പപ്പടവും എല്ലാം കൂടെ അടിപൊളിയായിട്ട് ഓണസദ്യ. ശരിക്കും ആ ഓണത്തിൻ്റെ ആ ഒരാഴ്ച ഫുള്ള് നമ്മൾ ഫുഡ് അടിയായിരുന്നു. നെവുക്കുട്ടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഈ ദിവസങ്ങളൊക്കെ. ഇപ്പോൾ കയ്യിലൊരു പപ്പടം കൊടുത്താണ്, അതും കൊണ്ട് ഇങ്ങനെ നടക്കുക. അപ്പം തനിയെ ഇലയിൽ ചോറൊക്കെ കുറച്ച് ഇട്ട് കൊടുത്ത് ഓണസദ്യ നല്ല രീതിയിൽ ഓണമൊക്കെ കഴിച്ച് അവളാൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്കിതൊക്കെ പുതിയൊരു എക്സ്പീരിയൻസ് ആണല്ലോ. ഇപ്പോൾ ഈ കാണുന്ന ആളുകളാണെങ്കിലും എല്ലാവരും പുതുതായിട്ട് കാണുന്ന മുഖങ്ങളല്ലേ. ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അവളും അതുപോലെ ഹാപ്പി ആയിരുന്നു. ഇപ്പം പൂക്കളത്തിനടുത്തിരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് കുറച്ചേരം കളിച്ച് അവിടെ ടുട്ടു ചേച്ചിയായിട്ടൊക്കെ ഭയങ്കരമായിട്ട് കളിക്കുമായിരുന്നു അവർ. അപ്പോൾ നമ്മൾ അവിടെ എല്ലാവരുമായിട്ട് ഒന്ന് സിങ്ക് ആവുന്നേ ഉള്ളൂ. അവരായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കാണുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ ഓണസമയമൊക്കെ ആകുമ്പോൾ നാട്ടിലേക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ എത്രയോ നല്ലതാണെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. കാരണം എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഓണസദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവരും വട്ടത്തിരുന്ന് ഭക്ഷണം കഴിക്കണതും ഓണസദ്യ ഒന്നിച്ച് കഴിക്കുക. അതുപോലെ ഫോട്ടോസാണെങ്കിലും ഓണക്കോടിയൊക്കെ എടുക്കാൻ പോകുന്നൊക്കെ ആ ഒരു ടൈം ഒരു വല്ലാത്തൊരു ടൈമാണല്ലേ. നമ്മളൊക്കെ ചെറുത് തൊട്ടേ ഓണത്തിൻ്റെ സമയമാകുമ്പോഴത്തേനും ഓണക്കോടി എടുക്കാൻ വേണ്ടി ഒരു യാത്രയുണ്ട്. അതെന്നെ ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് ആ ദിവസം രാവിലെ കുളിച്ച് പൂക്കളൊക്കെ ഇട്ട് ആ പുതിയ ഓണക്കോടിയൊക്കെ ഇട്ട് ഞാനിവിടെ എൻ്റെ അമ്മ വീട്ടിലേക്കാണ് പോവുക. അപ്പം അതൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിലെപ്പോഴും മായാതെ കിടക്കുന്ന ഓർമ്മകളാണ്. അപ്പോൾ അതുപോലെ നെവുക്കുട്ടിക്കും അതുപോലെ കുറച്ച് എക്സ്പീരിയൻസൊക്കെ വേണമല്ലോ. അപ്പോൾ അവിടെയാകുമ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇലയിലെ ഭക്ഷണമൊക്കെ കഴിച്ച് ഓണക്കോടിയൊക്കെ ഇട്ടത് മുല്ലപ്പൊക്കെ ചൂടി സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുക എൻ്റെ നെവു. അവൾക്ക് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അവളുടെ ലൈഫിൽ തന്നെ. ഇപ്പോൾ ഒരു ബിഗിനിങ് കൂടിയാണല്ലോ. ഇതൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ ഇപ്പോൾ അവിടത്തെയും ഇവിടത്തെയും കാര്യങ്ങളെല്ലാം അവൾ കണ്ട് മനസ്സിലാക്കണമല്ലോ. ഇതാണ് നമ്മൾ ഇവിടെയൊക്കെ ആയിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് അറിയണമല്ലോ. അപ്പം അതിനെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് എത്തി, എൻ്റെ അമ്മ വീട്ടിലേക്ക് എത്തി കേട്ടോ. കാരണം ഞങ്ങൾക്ക് എൻ്റെ വീട്ടിലും ഓണം ഇല്ലാത്തത് കൊണ്ട് അമ്മയുടെ വീട്ടിലാണ് ഇപ്രാവശ്യത്തെ ഓണം. അപ്പം ചേട്ടനും ചേച്ചിയാണ് അവരവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്ന് ബോറടിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടി പോയതാട്ടോ. ഞങ്ങൾ വന്നെത്തി. ഓണത്തോടനുബന്ധിച്ച് കുറച്ച് കലാപരിപാടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ നെയ്ക്കുട്ടി കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തു. ഇതവിടെ ആൻറ്റി എടുത്ത് കൊടുത്ത പട്ടുപാവാടയാണ് കേട്ടോ. ഉടുപ്പൊക്കെ മാറ്റി അടുത്ത കോസ്റ്റ്യൂമിൽ ഇങ്ങനെ റെഡി ആയിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുകയാണ് കേട്ടോ. ഈ വർഷത്തെ 2025 ഓണം നമ്മളിന്ന് നാട്ടിലാണ്. എൻ്റെ സ്വന്തം നാടായ പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള വടക്കഞ്ചേരി കല്ലിങ്ങൽപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. സോ ഈ ഒരു വർഷം ഓണം ഭയങ്കരമായിട്ട് ഇതിപ്പം 3ാമത്തെ ട്രിപ്പാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. കാരണം ഇന്നലെ ഉത്രാടം തുടങ്ങി നമ്മൾ ആഘോഷങ്ങൾ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ഓണമില്ല, അച്ഛമ്മ മരിച്ചത് കൊണ്ട് ഈ വർഷം നമുക്ക് വീട്ടിൽ ആഘോഷിക്കാൻ പറ്റില്ല. സോ ഞങ്ങളിവിടെ അമ്മ വീട്ടിൽ വന്നേക്കാണ് കേട്ടോ. നമ്മൾ നാട്ടിലുള്ള സമയത്തെല്ലാം നമ്മളിവിടെ വന്ന് ആഘോഷിക്കാറാണ് പതിവ്. അമ്മ വീട്ടിൽ വരും.
ഇവിടെ എല്ലാവരും മാമനുണ്ട്, ആൻറ്റിയുണ്ട്, അച്ഛൻ, അമ്മമ്മ എല്ലാവരും ഉണ്ട്. സോ നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ചിരുന്ന് ആഹാരമൊക്കെ പാകം ചെയ്ത് എല്ലാവരും ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിക്കലാണ്. എപ്പോഴും പതിവ് അങ്ങനെയാണ്. കല്യാണത്തിന് മുന്നേ അങ്ങനെ തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് 1 വർഷത്തെ ഓണമാണ് ഇവിടെ കിട്ടിയത്. ബാക്കി പിന്നെ നമ്മൾ അവിടെ ആയതുകൊണ്ട് അവിടെ ഞാൻ എപ്പോഴും ആഘോഷിക്കാം കേട്ടോ. സോ ഈ വർഷം നമ്മൾ പെട്ടെന്ന് നമുക്ക് നാട്ടിലേക്ക് വരേണ്ടതായിട്ടുള്ളൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി. അച്ഛമ്മ മരിച്ചു. അപ്പോൾ നമ്മൾ ഈ വർഷം നമ്മൾ പെട്ടെന്നാണ് ഈ ഓണത്തിനായിട്ട് വന്നതല്ല, നമ്മൾ വന്നപ്പോൾ ഓണവും കൂടെ നമുക്ക് ആഘോഷിച്ച് പോകാം എന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് കേട്ടോ. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്. ഞാനിവിടെ 7 വരെ, അതായത് കുഞ്ഞ് നഴ്സറി തൊട്ട് 7 വരെ ഞാൻ ഇവിടെ പഠിച്ചത്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലിങ്ങൽപ്പാടം. എൻ്റെ സ്കൂൾ ജീവിതം ഫുൾ ഇവിടെയായിരുന്നു. മാത്രമല്ല തൊട്ട് ഒരു മതിൽക്കെട്ടിനപ്പുറത്താണ് സ്കൂൾ. അമ്മ വീടും ഇതാണ് അമ്മ വീട് കേട്ടോ. ഈ വീടും നമ്മുടെ സ്കൂളും തമ്മിൽ ഒരു മതിലിൻ്റെ അകലം മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ കുട്ടിക്കാലം മുഴുവൻ സമയം നമ്മളിവിടെ തന്നെയായിരുന്നു. കല്ലിങ്ങൽപ്പാടം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഒരുപാട് സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ്, അതുപോലെ എൻ്റെ ലൈഫിൽ ഒരുപാട് സന്തോഷമുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ഈ കല്ലിങ്ങൽപ്പാടത്തും നമ്മുടെ ഈ സ്കൂളിലാണെങ്കിലും നമ്മുടെ വീട്ടിൽ അമ്മ വീട്ടിലാണെങ്കിലും ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ് എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സോ ഇന്നിപ്പോൾ എനിക്ക് നമ്മുടെ ഈ ചാനലിലൂടെ ഇതൊക്കെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നതാണ് വലിയൊരു സന്തോഷം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത്. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് കേട്ടോ. നെബു, ശ്രേയ, സുമാൻറ്റി, അമ്മ എല്ലാവരും ഉണ്ട്. ഇന്ന് ഓണായിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കുട്ടി ഫുൾ ഓൺ പവറിലിരിക്കുകയാണ്. മമ്മൂടെ സ്കൂളാണ് മേമേന്ന്. മേമാന്ന്. മമ്മൂടെ സ്കൂളിലേക്ക് പോവാണോ നെവുക്കുട്ടി? അല്ല, മമ്മൂൻ്റെ സ്കൂളിലേക്ക് പോകണോ ചോദിക്ക? അതെയാ, ഇവിടെ മമ്മൂടെ സ്കൂളാണ്. ഇതാണ് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാട് കല്ലിങ്ങൽപ്പാടം കേട്ടോ. അവിടെ ഇന്ന് ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് ഓണത്തിനോട് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വന്നേക്കാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഏറ്റവും വലിയൊരു ലാൻഡ്മാർക്ക് ആയിരുന്നു നിങ്ങളുടെ സ്വന്തം ആല്. പക്ഷെ അതിവിടെ ഒരു മുറിച്ചേക്കാം, ആലെല്ലാം മുറിച്ചു പോയി. ചെറിയ കല്ലിങ്ങൽപ്പാടത്തിൻ്റെ ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നൊരു ആലായിരുന്നു. പക്ഷേ കുറച്ച് സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നത് മുറിക്കേണ്ടി വന്നു. ഇന്നിപ്പോൾ ഓണത്തിനവിടെ പരിപാടികളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അവിടെ പാട്ടുണ്ടൊക്കെ. ഇതെല്ലാം നമ്മുടെ സ്വന്തം കടകളാണ് കേട്ടോ. നമ്മളൊക്കെ അറിയുന്നില്ല, നമ്മുടെ സ്വന്തം ചേട്ടന്മാരുടെ കടകളൊക്കെയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ശ്രേയ സ്റ്റോഴ്സ്, എൻ്റെ മാമൻ്റെ കടയാണ് കേട്ടോ. അതൊക്കെ തന്നെ ചായക്കടയും കൂടിയുണ്ട്. അവിടെ അപ്പാപ്പനുണ്ട്. നെവുക്കുട്ടിയും അമ്മയൊക്കെ പരിപാടി കാണാൻ വേണ്ടി കാത്തിരിക്കുക. നെവുക്കുട്ടി ഇങ്ങനെ എല്ലാവരായിട്ട് വന്ന് സെറ്റായി വരാണ് കേട്ടോ. അവിടെ നിന്ന് ചായ വേണമെന്ന് പറഞ്ഞ് മാമൻ്റെ മടി കയറി ഇരിക്കുക. ഭയങ്കര കാമൻ ക്വയറ്റായിട്ട് എല്ലാവരും ഇങ്ങനെ വാച്ച് ചെയ്യുക. അതുപോലെ ശ്രേയ മേമ ഭയങ്കര ഇഷ്ടമാണ്. ശ്രേയ മേമയുടെ കൂടെ തന്നെയായിരുന്നു ഹോൾ ഡേ. ഓണത്തിനിടയ്ക്ക് പുട്ട് വെച്ചുകൂടെന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു സീനാണ് കേട്ടോ ഇവിടെ. ഞാൻ ശ്രേയയും കൂടി ചെറിയൊരു റീൽ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അതിൻ്റെയുള്ള കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് വന്നാണ് കേട്ടോ. റീൽ എടുക്കാൻ വേണ്ടി പോകുന്ന കോലമാണ് ഈ കാണുന്നത് കേട്ടോ. ഹായ്, എന്തായി നിങ്ങളുടെയൊക്കെ ഓണാഘോഷങ്ങളൊക്കെ അവിടെ എത്തി? നമ്മളിപ്പോൾ ഈവനിങ് ആയി ഇവിടെ. പക്ഷേ ഈവനിങ് ആണ് ഇവിടെ ഓണാഘോഷ പരിപാടികൾ കേട്ടോ. നമ്മളിങ്ങനെ വീടിൻ്റെ ടെറസിൽ നിൽക്കുകയാണ്. നമ്മൾ കല്ലിങ്ങൽപ്പാടം ടൗണിൽ തന്നെയാണ് അമ്മയുടെ വീട് വരുന്നത്. അപ്പം നമ്മുടെ വീടിൻ്റെ ടെറസിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഗ്രൗണ്ടിൽ നടക്കുന്ന എല്ലാ പരിപാടികളും നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ പരിപാടി കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ ബാക്കിൽ കാണുന്ന
ഏകദേശം ഒരു 5 മണി 6:30 ആയിട്ടുണ്ടാവും സമയം കേട്ടോ. അത്യാവശ്യം പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡാൻസ് പരിപാടിയൊക്കെ. ഞാൻ അങ്ങോട്ട് ചെന്നില്ല, കുറച്ച് ക്രൗഡാണ്, കൂടുതൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലൈവായിട്ട് എല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ നാട്ടിൻപുറത്തുള്ള നമ്മുടെ വേല പൂരൊക്കെ നടക്കുന്ന ആ ഗ്രൗണ്ടിലാണ് കേട്ടോ. നമുക്ക് ഇവിടെ നമ്മുടെ വീടിന് തൊട്ട് ഫ്രണ്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാം. നമുക്ക് അവിടെ അടുത്ത് ചെന്ന് കാണേണ്ട ആവശ്യമേ ഇല്ല. തിരക്കൊന്നുമില്ലാതെ തന്നെ നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പം മഴ പെയ്യുന്നൊരു ടൈമും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം കാർമികമൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ചെറിയൊരു മഴ ഉണ്ടെങ്കിൽ കൂടിയും കുഴപ്പമില്ലാതെ തന്നെ പരിപാടീസൊക്കെ അവർക്ക് നല്ല രീതിയിൽ നടത്താൻ പറ്റിയിട്ടുണ്ട്. ഇതെൻ്റെ മാവന് ആൻറ്റി ഉണ്ട്, സ്ട്രൈക്കുട്ടിയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ തമാശയ്ക്ക് വേണ്ടിയിട്ട് ഓരോരോ കൗണ്ടറുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് സുമാൻറ്റി. ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പോയി നിന്നതായിരുന്നു. അപ്പം സ്ട്രൈക്കുട്ടി എൻ്റെ സെൻറ്ററിൽ പോയി നിന്നു. ദൈവം ഇതൊക്കെ യൂട്യൂബിൽ കേട്ടോ. സകലമാന് വലിയ പൂവേ ഇല്ലില്ല. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എപ്പോഴും വീഡിയോ ചെയ്ത് കുറേ നാൾക്ക് ശേഷമുള്ള ഒരു ഡ്രൈവാണ് കേട്ടോ. ഞങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീ കരിങ്കാളി ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ പണ്ടൊക്കെ നടന്നായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാവർക്കും വണ്ടിയായല്ലോ. സോ ഇന്ന് എല്ലാവരും കൂടി ഒന്നിച്ച് കുറേ വർഷങ്ങളായി ഇങ്ങനെ ഒന്നിച്ച് നമ്മൾ അമ്പലത്തിൽ പോയിട്ടും. എവിടെയറിയും എല്ലാവർക്കും അറിയും. എന്താ വണ്ടി ഒന്ന് വളയണ്? വണ്ടി മറ്റേ റോഡ് തിരിവുണ്ടാകുമ്പോൾ വളയാറ്. ടെൻഷൻ പോലെ വളയും. ഇവിടെ എല്ലാം ഓണത്തിന്റെ പരിപാടിയാണ് ഗൈസ്. ഇവിടെ എല്ലാം നമ്മുടെ കല്ലിങ്ങൽപ്പാടം ഭയങ്കരമായിട്ട് ഓണം എൻജോയ് ചെയ്യുന്നേ. ഡാൻസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു എന്താ പറയുക നാടാണ് ഞങ്ങളുടെ കല്ലിങ്ങൽപ്പാടം. എല്ലാ പരിപാടികളും എല്ലാ ഫെസ്റ്റിവൽസിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നാടാണ്. എന്താ പറയുക ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ശ്രീ കരിങ്കാളി ഭഗവതി ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ്. നമ്മൾ ഈ അമ്പലത്തിലാണ് നമ്മുടെ ഇവിടുത്തെ വേല നടക്കുക കേട്ടോ. ഇത്രയാണ് ഓടിക്കുന്നത് ഗൈസ്. അതുകൊണ്ട് വണ്ടിയൊക്കെ ഓഫായി പോയി. വണ്ടി ആള് മറ്റേ വോയിസ് ഓവർ കൊടുക്കാം. അതൊക്കെ നടപടിയാവുള്ളൂ. സോറി, ഐ എം റിയലി സോറി. നെവ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അമ്പലം കേട്ടോ. ചെറിയൊരു അമ്പലമാണ്. പക്ഷേ ഈ അമ്പലത്തിലാണ് നമ്മുടെ എല്ലാ വേല പരിപാടി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അമ്പലത്തിൽ വരുന്നത് കേട്ടോ. കുറേ എപ്പോൾ വരുമ്പോഴും നമുക്കിവിടെ വരാൻ പറ്റില്ല. മീൻസ് അങ്ങനെയല്ല, എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. അപ്പം എല്ലാ വർഷവും ഇതുപോലെ മുടങ്ങി പോകുമായിരുന്നു. പക്ഷെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ദേവിനെ കാണുന്നത് തന്നെ. ഒരുപാട് സന്തോഷമുണ്ട്. എന്നിങ്ങനെ എല്ലാവരോടൊപ്പം വന്ന് തൊഴാനൊക്കെ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുത് ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ നേരെ ഷാനൻ്റെ വീട്ടിലേക്ക് ചെന്നോട്ടോ. ഞാൻ ബാക്കിയുള്ള വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഓണത്തിൻ്റെ, അപ്പോൾ അതും കൂടി ആഡ് ചെയ്യാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഓണം വൈബ് ഡേ അവസാനിച്ചിരിക്കുകയാണ്. ഞാനിത് എന്നാ പോസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ കൂടെ ഞാനിതെല്ലാം വീഡിയോസും ഫോട്ടോസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് കൂടി ചെയ്യണം. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ.